അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. നമ്മൾ നിർത്തിയത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവെ, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇനി ഫാത്തിഹയിലെ നമ്മുടെ പ്രധാന ആവശ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഫാത്തിഹ ഒരു പ്രാർത്ഥനയാണെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെയും നമ്മുടെ ആവശ്യം എന്താണെന്ന് അള്ളാഹുവിനോട് പറഞ്ഞില്ല. നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാനുണ്ടെങ്കിലും നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന പ്രാർത്ഥനയിൽ നമ്മൾ പ്രത്യേകമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്: ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. യാ അല്ലാഹ്, നീ ഞങ്ങളെ നേർവഴിക്ക് നയിക്കണമേ, ഗൈഡ് അസ് ഓൺ ദ സ്ട്രെയിറ്റ് പാത്ത്. പക്ഷെ ഫാത്തിഹ നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ദുആ അല്ല, അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ്. സോ അതിലൂടെ എന്താണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത്? അള്ളാഹുവിന്റെ ഗൈഡൻസിന് നമ്മുടെ ലൈഫിൽ കൊടുക്കേണ്ട പ്രയോറിറ്റിയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് യാ അല്ലാഹ്, നീ ഞങ്ങളെ നേർവഴിയിൽ നയിക്കണമേ എന്നാണ്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ തന്നെ നേടിയാലും അള്ളാഹുവിന്റെ ഗൈഡൻസ് കിട്ടിയില്ലെങ്കിൽ, ഹിദായത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നേടിയതൊക്കെയും വേസ്റ്റ് ആണ്. ഇനി ഈ ആയത്തിലേക്ക് എത്തിയ ആ ഒരു ഫോർമാറ്റ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യത്തെ 3 ആയത്തുകളിൽ നിന്ന് അള്ളാഹു ആരാണെന്നും നമ്മൾ മനസ്സിലാക്കി, അള്ളാഹുവിന് പൂർണ്ണമായിട്ടും സബ്മിറ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. 4ാമത്തെ ആയത്തിൽ ആ സബ്മിഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യുവാണ്: യാ അല്ലാഹ്, നിന്റെ അടിമയായിരിക്കാൻ, നിന്നെ ആരാധിക്കാൻ ഞങ്ങൾ ഇതാ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ അടിമയായി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമായിട്ട്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്താണ് വേണ്ടത്? അള്ളാഹുവിന്റെ ഇൻസ്ട്രക്ഷൻസ് ആണ്, അള്ളാഹുവിന്റെ ഗൈഡൻസ് ആണ് വേണ്ടത്. യജമാനൻ ഗൈഡൻസ് തന്നാലല്ലേ ഒരു അടിമയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആദ്യമായിട്ടൊരു ജോലിക്ക് ജോയിൻ ചെയ്താൽ തന്നെ ഫസ്റ്റ് ഡേ നമുക്ക് ഏറ്റവും ആദ്യം അറിയേണ്ടത് എന്താണ് നമ്മുടെ ജോലിയെന്നും ഏത് രീതിയിലാണ് നമ്മളത് ചെയ്യേണ്ടതെന്നും ഒക്കെയാണ്, ഏതൊക്കെ ടീമാണ്. അങ്ങനെയുള്ളൊരു ഗൈഡൻസ് ആണ് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ആയത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാം എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? അള്ളാഹുവിന്റെ ഗൈഡൻസ് ആണ്. അതാണ് നമ്മൾ ചോദിക്കുന്നതും. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ഗൈഡൻസ്. ഇഹ്ദിന, ഗൈഡ് അസ്, ഞങ്ങളെ നീ നയിക്കണമേ. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഫാത്തിഹയിൽ നമ്മൾ പ്ലൂറൽ ഫോമിലാണ് അള്ളാഹുവിനോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ ആയത്തിലും ഇയ്യാക അഅ്ബുദു എന്നല്ല, നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു എന്നല്ല, ഇയ്യാക നഅ്ബുദു, നൂൻ ആഡ് ചെയ്ത് പറയുന്നത് പ്ലൂറൽ ഫോം കാണിക്കാനാണ്. നഅ്ബുദു എന്ന് പറഞ്ഞാൽ വി വർഷിപ്പ്, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തേടുന്നു. പക്ഷെ ഫാത്തിഹ നമ്മൾ ഒറ്റയ്ക്കല്ലേ ചൊല്ലുന്നത്. അപ്പോൾ എന്തിനാണ് പ്ലൂറൽ ഫോമിൽ നമ്മൾ പറയുന്നത്? ഇഹ്ദിന, ഇഹ്ദിനി എന്നല്ല. ഇഹ്ദിനി എന്ന് പറഞ്ഞാൽ എന്നെ നീ നയിക്കണമേ, ഇഹ്ദിന എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നീ നയിക്കണമേ. അതിലൂടെ വലിയൊരു മെസ്സേജ് അള്ളാഹു കൺവേ ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീനിൽ ഞാൻ എന്ന ചിന്തയെക്കാളും നമ്മൾ എന്ന ചിന്തയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, അതിനാണ് കൂടുതൽ വെയിറ്റേജും. നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ കുടുംബമാണ്. സോ നമ്മൾ ദുആ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തി ദുആ ചെയ്യാൻ ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഒരു മലക്ക് നമുക്ക് വേണ്ടി ദുആ ചെയ്യും. യൂണിവേഴ്സൽ ബ്രദർഹുഡിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. സുബ്ഹാനല്ലാഹ്. സോ ഇഹ്ദിന, ഗൈഡ് അസ്, ഞങ്ങളെ നീ നയിക്കണമേ. എങ്ങോട്ടാണ് നയിക്കേണ്ടത്? അസ്സിറാത്തൽ മുസ്തഖീം. സിറാത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് വീതിയുള്ള, ഒരുപാട് ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന, നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു സ്ട്രെയിറ്റ് റോഡിനാണ് അറബിയിൽ സിറാത്ത് എന്ന് പറയുന്നത്. റോഡിന് പല പേരുകളും അറബിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത്തരീഖ് എന്ന് യൂസ് ചെയ്യും, സബീൽ എന്ന് യൂസ് ചെയ്യും. സബീൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇടവഴികൾക്ക് പറയുന്ന പേരാണ് സബീൽ എന്ന്. അതുപോലെ തന്നെ തരീഖ് എന്ന് പറയുമ്പം അതിനേക്കാളും കുറച്ചുകൂടി വീതിയുള്ള. പക്ഷെ സിറാത്ത് എന്ന് പറയുമ്പം ഭയങ്കരമായിട്ട് വീതിയുള്ള, നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു സ്ട്രെയിറ്റ് റോഡിനാണ് അറബിയിൽ സിറാത്ത് എന്ന് പറയുന്നത്. ഇനി മുസ്തഖീം, ഇസ്തിഖാമ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ്നെസ് കാണിക്കുന്ന ഒരു വാക്കാണ്. നേരെ നിവർന്നു കിടക്കുന്ന എന്നൊക്കെ പറയുന്നത് പോലെ. ഖിയാം എന്ന് പറഞ്ഞാൽ നേരെ നിവർന്നു നിൽക്കുക. അതുപോലെ മുസ്തഖീം എന്ന് പറയുമ്പോൾ ആ ഒരു സ്ട്രെയിറ്റ്നെസ് കാണിക്കുന്ന വാക്കാണ്. പക്ഷേ സിറാത്ത് എന്നുള്ളൊരു വാക്കിൽ തന്നെ ഓൾറെഡി സ്ട്രെയിറ്റ് റോഡ് എന്നുള്ളൊരു അർത്ഥമുണ്ട്. അതിൻ്റെ കൂടെ മുസ്തഖീമും കൂടെ ചേരുമ്പോൾ വീണ്ടും സ്ട്രെയിറ്റ്നെസ് കാണിക്കാൻ ഒരു വാക്ക് കൂടി ചേർക്കുമ്പോൾ അതിൻ്റെ പെർഫെക്ഷനാണ് കാണിക്കുന്നത്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് റോഡ്. ആ സ്ട്രെയിറ്റ് റോഡിലേക്ക്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആ നേരായ മാർഗത്തിലേക്ക് നമ്മളെ നയിക്കണമെന്നാണ് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. പക്ഷെ നോർമലി നമ്മൾ വഴി ചോദിക്കുന്നത് എങ്ങനെയാണ്? ഒരു ലക്ഷ്യസ്ഥാനം, ഒരു ഡെസ്റ്റിനേഷൻ പറഞ്ഞിട്ടാണ്. എയർപോർട്ടിലേക്കുള്ള വഴി അല്ലെങ്കിൽ ഹോട്ടലിലേക്കുള്ള വഴി ഏതാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ പക്ഷേ ഒരു ഡെസ്റ്റിനേഷൻ അല്ല, നമ്മളെ സ്വർഗത്തിലേക്ക് നയിക്കണമെന്നല്ല നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. സിറാത്തൽ മുസ്തഖീമിലേക്ക്, നേരായ മാർഗത്തിലേക്ക് നയിക്കണമെന്നാണ്, ഒരു റോഡിലേക്ക് നയിക്കണമെന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അതെന്തിനു വേണ്ടിയായിരിക്കും? അത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. നമ്മുടെ ഫോണിൽ പുതിയൊരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്തെന്ന് വെച്ചോ. ആ ഗെയിം എന്ന് പറയുന്നത് നമ്മളൊരു പാലസിലേക്ക് എത്തുക എന്നുള്ളതാണ് ഗെയിമിന്റെ ലക്ഷ്യം. അതായത് നമ്മളൊരു കാർ ഓടിച്ച് ആ പാലസിലേക്ക് എത്തണം. ആ പാലസിലേക്ക് ആകെ ഒരൊറ്റ റോഡ് മാത്രമേ ഉള്ളൂ. ആ റോഡിന്റെ പേരാണ് സിറാത്തൽ മുസ്തഖീം. ആ സിറാത്തൽ മുസ്തഖീം എന്നുള്ള റോഡിലൂടെ മാത്രമേ നമുക്ക് ആ പാലസിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ.
പക്ഷേ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറയുന്നത് ആ പാലസിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കാറിൻ്റെ ഡീസൽ തീർന്നു പോകും, നമ്മുടെ വണ്ടി ഓഫായി പോകും. പിന്നെന്താണ് ഗെയിമിൻ്റെ ചാലഞ്ച്? ഗെയിമിൻ്റെ ചാലഞ്ച് എന്ന് പറയുന്നത് ഈ സിറാത്തൽ മുസ്തഖീമിൻ്റെ 2 സൈഡിലും ഒരുപാട് ഡീവിയേഷൻ റോഡ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആ ഡീവിയേഷൻ നമ്മളെ കൊണ്ട് എടുപ്പിക്കാൻ ഒരുപാട് ട്രാപ്പുകളും ഒരുപാട് ചാലഞ്ചസും വെച്ചിട്ടുണ്ട്. നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ആ ഡീവിയേഷൻ ഒന്നും എടുക്കാതെ സിറാത്തൽ മുസ്തഖീമിൽ കണ്ടിന്യൂ ചെയ്ത് വണ്ടി ഓടിച്ച് മുന്നോട്ട് പോവുക. എവിടം വരെ? നമ്മുടെ ഡീസൽ തീരുന്നത് വരെ. ഡീസൽ തീർന്നു കഴിയുമ്പോൾ നമ്മുടെ കാർ എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കും. സിറാത്തൽ മുസ്തഖീമിലാണെങ്കിൽ ഒരു ഏഞ്ചൽ വന്നിട്ട് നമ്മൾ ആ കാറിൽ നിന്ന് നേരെ നമ്മളെ പാലസിലേക്ക് കൊണ്ടെത്തിക്കും. അങ്ങനെ നമ്മൾ ഗെയിം വിജയിക്കും. അതല്ല, നമ്മുടെ ഡീസൽ തീരുമ്പോൾ നമ്മളൊരു ഡീവിയേഷൻ എടുത്ത് ഓൾറെഡി വേറൊരു റോഡിലാണെങ്കിൽ, സിറാത്തൽ മുസ്തഖീമിൽ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആരും വരത്തില്ല. അവിടെ നമ്മുടെ വണ്ടി ഓഫായി കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ കൊള്ളക്കാർ വന്ന് നമ്മളെ ആക്രമിച്ച് നമ്മളെ കൊന്നുകളയും. സോ അതാണ് നമ്മുടെ ഗെയിം. ഞാൻ ചോദിക്കുന്നത്, ഈ ഗെയിം കളിക്കുമ്പോൾ ആ പാലസിലേക്ക് എത്തുന്നതാണോ അതോ സിറാത്തൽ മുസ്തഖീമിൽ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുന്നതാണോ നമ്മുടെ പ്രധാന ഉദ്ദേശം? ആ സിറാത്ത് എന്ന റോഡിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. കാരണം നമുക്ക് നന്നായിട്ട് അറിയാം, ആ റോഡിൽ നമ്മുടെ ഡീസൽ തീരുന്നത് വരെയും ആ റോഡിൽ കണ്ടിന്യൂ ചെയ്താൽ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ പാലസിലേക്കാണ് എത്തുന്നത്. സോ ഗെയിം കളിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അറിയേണ്ടത് സിറാത്തൽ മുസ്തഖീമിലേക്കുള്ള ഗൈഡൻസ് ആണ്. ഈ എക്സാമ്പിൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും. പാലസ് എന്ന് ഉദ്ദേശിച്ചത് സ്വർഗമാണ്. ആ സ്വർഗമാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ. പക്ഷെ ആ സ്വർഗത്തിലേക്ക് എത്താൻ ഉള്ള ഏക മാർഗം എന്ന് പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു ജീവിത രീതിയാണ്. അതാണ് സിറാത്തൽ മുസ്തഖീം എന്നുള്ള റോഡ്. നമ്മുടെ കാറിന്റെ ഡീസൽ തീരുന്നത് വരേക്കും, നമ്മുടെ ആയുസ് തീരുന്നത് വരേക്കും, നമ്മൾ മരിക്കുന്നത് വരേക്കും ആ സിറാത്തിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം. സോ നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനോട് ചോദിക്കുന്നതും അത് തന്നെയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, യാ അല്ലാഹ് നീ ഞങ്ങളെ നേർവഴിയിൽ സിറാത്തൽ മുസ്തഖീമിലേക്ക് നയിക്കണമേ. സുബ്ഹാനല്ലാഹ്. ഇനി അതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ്, അള്ളാഹു ഒരു ലിമിറ്റ് സെറ്റ് ചെയ്തില്ല. നമ്മൾ ആ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രം മതി. എവിടം വരെ സഞ്ചരിക്കണമെന്ന് അള്ളാഹു പറഞ്ഞില്ല. എവിടം വരെ സഞ്ചരിക്കണമെന്ന് അള്ളാഹു പറഞ്ഞിരുന്നെങ്കിൽ കുറെ പേര് ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പിന്നെ അവരുടെ ലൈഫിന് ഒരു അർത്ഥം ഉണ്ടാവില്ല. അതേസമയം വേറെ ചില ആളുകളാണെങ്കിൽ, നമ്മളിപ്പോൾ ആ പാതയിലൂടെ സഞ്ചരിച്ചു പോവുകയാണെങ്കിൽ കുറേ പേര് നമ്മളെ സ്പീഡിൽ ഓവർടേക്ക് ചെയ്ത് ഒരുപാട് പ്രോഗ്രസ് ചെയ്ത് പോകുന്നത് കാണാം. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഒരു നിരാശ തോന്നിയെന്ന് വരും. അവൻ എന്നെക്കാളും എത്ര സ്പീഡിലാണ് പോയിരിക്കുന്നത്, ഞാനൊക്കെ ഇനി എന്നെത്താനാണ് അവിടെ, എനിക്ക് എത്താൻ പറ്റുമോ? അങ്ങനെയൊക്കെ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആയെന്ന് വരും. കാരണം പലർക്കും പല കഴിവുകളാണ് കൊടുത്തിരിക്കുന്നത്. എനിക്കിപ്പം ഖുർആൻ ഓതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ അത് പെട്ടെന്ന് വഴങ്ങുന്നതായിരിക്കും. അപ്പോൾ അവൻ 10 പേജ് പഠിച്ച് കഴിയുന്നത് ഞാൻ ചിലപ്പോൾ 1 പേജ് മാത്രമേ കംപ്ലീറ്റ് ചെയ്യത്തുള്ളൂ. എനിക്ക് ഭയങ്കര നിരാശയായിരിക്കും. ഞാൻ അടുത്ത ക്ലാസ്സിൽ വരാൻ പോലും എനിക്ക് മടിയായിരിക്കും. കാരണം ഞാൻ മാത്രം ഇങ്ങനെ ബാക്കിൽ നിൽക്കുന്ന എല്ലാവരും എന്നെക്കാളും പ്രോഗ്രസ് ചെയ്ത് പോകുന്നത്. അവിടെയാണ് അള്ളാഹു നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന ആ ഒരു വലിയ അനുഗ്രഹം നമ്മൾ തിരിച്ചറിയേണ്ടത്. അള്ളാഹു പറയുന്നത്, ആ പാതയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ മതി, നിങ്ങൾ ബാക്കിയുള്ളവരെ ഒന്നും ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ ചെറിയ രീതിയിൽ നിങ്ങൾ പ്രോഗ്രസ് ചെയ്താൽ മതി. നിങ്ങൾ ആ പാതയിൽ സഞ്ചരിക്കുന്നിടത്തോളം നിങ്ങൾ സേഫാണ്. അള്ളാഹ് ലവ്സ് ദാറ്റ്. നമ്മൾ സ്വയം നമ്മളോട് തന്നെ കമ്പയർ ചെയ്താൽ മതി. ഞാൻ ഇന്നലെ എങ്ങനെയായിരുന്നു അതിനേക്കാളും എനിക്ക് ഇന്ന് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനെ പതിയെ പ്രോഗ്രസ് ചെയ്യുന്നത് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. എത്ര വലിയ ആശ്വാസമായിരിക്കും നമ്മളെപ്പോലുള്ള സാധാരണ വിശ്വാസികൾക്ക് അത് നൽകുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനി ഇന്നത്തെ നമ്മുടെ ഫൈനൽ പോയിന്റിലേക്കാണ് വരുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, യാ അല്ലാഹ് നീ ഞങ്ങളെ നേർവഴിക്ക് നയിക്കണമേ. ഇത് നമ്മൾ എപ്പോഴാണ് ഓതുന്നത്? ഫാത്തിഹയിലാണ്. ഫാത്തിഹ എവിടെയാണ് നമ്മൾ കൂടുതലായിട്ട് ഓതുന്നത്? നമസ്കാരത്തിൽ. നമസ്കരിക്കുന്ന ഒരാൾ ഓൾറെഡി ഗൈഡഡ് അല്ലേ, അയാൾ നേർവഴിയിലായതുകൊണ്ടാണല്ലോ നമസ്കരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇയാൾ എന്തിനാണ് വീണ്ടും ഗൈഡൻസ് ചോദിക്കുന്നത്? അവിടെയാണ് ഗൈഡൻസിനെ കുറിച്ച്, ഹിദായത്തിനെ കുറിച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹിദായത്ത് എന്ന് പറയുന്നത് ഒരു വൺ ടൈം പ്രോസസ് അല്ല. ഒരിക്കൽ നമുക്ക് കിട്ടിയാലും അത് എല്ലാ കാലത്തും കിട്ടിയതുപോലെയല്ല. ഹിദായത്ത് എന്ന് പറയുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളം പോലെ കരുതിയാൽ മതി. നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ എത്ര വെള്ളം കുടിച്ചാലും കുറെ കഴിയുമ്പോൾ നമുക്ക് ദാഹിക്കും. അതുപോലെ തന്നെയാണ് ഹിദായത്തും. ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത, അത് ഏത് നിമിഷവും നമ്മുടെ ഭാഗത്തു നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഓരോ ദിവസവും എന്തെല്ലാം സിറ്റുവേഷൻസിലാണ് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്, അവിടെയെല്ലാം കറക്റ്റ് ചോയ്സ് എടുക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം കൂടിയേ തീരൂ, അള്ളാഹുവിൻ്റെ ഗൈഡൻസ് കിട്ടിയേ തീരൂ. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു ചോയ്സ് ഒരുപക്ഷെ നമ്മൾ ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന ഒരു ചോയ്സ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ നമുക്ക് കുടിവെള്ളം എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ നമ്മൾ വീണ്ടും 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 അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു സംഗതിയാണ് ഹിദായത്ത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് വീണ്ടും വീണ്ടും ചുരുങ്ങിയത് 17 പ്രാവശ്യമെങ്കിലും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം എന്നുള്ളൊരു സിസ്റ്റം അള്ളാഹു നമുക്ക് വെച്ച് തന്നു. സുബ്ഹാനല്ലാഹ്.
മറ്റൊരു കാര്യം, നോളജും ഗൈഡൻസും തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. നമുക്ക് അറിവുണ്ടെന്ന് കരുതി നമ്മൾ നേർവഴിയിലാണെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് അറിവുണ്ടായിരുന്നിട്ടും വഴിപഴച്ചു പോയ എത്രയോ ആളുകളുടെ എക്സാമ്പിൾസ് നമുക്ക് കാണാൻ കഴിയും. സോ നമുക്ക് ഇത്ര സൂറത്ത് അറിയാം, അല്ലെങ്കിൽ ഇത്ര സൂറത്തുകളുടെ അർത്ഥം അറിയാമെന്ന് കരുതി നമ്മൾ നേർവഴിയിലാണെന്ന് ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അറിവ് കൂടുന്തോറും കൂടുതൽ വിനയത്തോടു കൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യുവാണ് വേണ്ടത്. യാ അല്ലാഹ്, നീ ഞങ്ങളെ നേർവഴിക്ക് നയിക്കണമേ, അതിൽ നിലനിർത്തി തരണമേ എന്ന് കൂടുതൽ പേടിയോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യുവാണ് വേണ്ടത്. നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും നമ്മുടെ കൂട്ടുകാർക്കും അള്ളാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറകല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.